ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സജി നന്ദിയാട്ട് രാജിവെച്ചു. സംഘടനാ നേതാക്കളുമായി ഉണ്ടായ തർക്കമാണ് കാരണം. കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസിനെ സജി നന്ദിയാട്ട് പിന്തുണച്ചിരുന്നു. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ ഉരുതിരിഞ്ഞ് വന്നത് നമ്മളെല്ലാം കണ്ടതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെയാണോ ഇപ്പോൾ സജിയുടെ രാജിയിലേക്ക് എത്തിച്ചത്? സജി നന്ദിയാട്ട് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് രാജിവെച്ചിരിക്കുന്നത്. അതായത് ഫിലിം ചേംബറിനുള്ളിൽ തന്നെയുള്ള ചില സംഘടനാ നേതാക്കളുമായി ഉണ്ടായ തർക്കം മൂലമാണ് ഇത്തരത്തിൽ രാജി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മാസം അവസാനമാണ് ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി മത്സരിക്കാൻ ഒരു സാധ്യത ഉണ്ട്. നിലവിൽ സജി നന്ദിയാട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു സജി നന്ദിയാട്ട് എടുത്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ നേതാക്കളുമായും ഇത്തരത്തിൽ തർക്കങ്ങളും കാര്യങ്ങളും നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ ഫിലിം ചേംബറിലെ സംഘടനാ നേതാക്കളുമായും തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തനിക്കെതിരെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉന്നയിക്കുകയാണ് ഫിലിം ചേംബറിലെ നേതാക്കൾ എന്നടക്കമുള്ള കാര്യങ്ങളാണ് സജി നന്ദിയാട്ട് പറയുന്നത്. അതിനെ തുടർന്നാണ് രാജി എന്നാണ് നിലവിൽ സജി നന്ദിയാട്ട് പറയുന്നത്. നാളെ കോട്ടയത്ത് സജി നന്ദിയാട്ട് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിലാവും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുക. എന്തായാലും അടുത്ത ഈ മാസം അവസാനം തിരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സജി നന്ദിയാട്ട് രാജിവെച്ചിരിക്കുന്നത്. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.